എക്സൈസിന്റെ കണ്ണു വെട്ടിച്ച് ലഹരി കടത്താൻ പല മാർഗങ്ങളും പരീക്ഷിക്കുന്നവരുണ്ട്. പക്ഷേ അതെല്ലാം പൊളിച്ചെടുക്കുന്ന മിടുക്കരായ എക്സൈസ് ഉദ്യോഗസ്ഥരുമുണ്ട്. അത്തരമൊരു സംഭവമാണ് ക്രൈം ഫയൽ ഇനി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. മൂവാറ്റുപുഴ പായിപ്രയിൽ MDMA വിതരണക്കാരനായ കോതമംഗല സ്വദേശി സാജിദ് അതിവിദഗ്ധമായാണ് ലഹരിക്കടത്ത് നടത്തിയിരുന്നത്. ബുക്കുകളുടെ പേജുകളൊക്കെ പറിച്ചു നീക്കി അതിന്റെ പുറം ചട്ടയ്ക്കുള്ളിൽ MDMA പാക്കറ്റുകൾ നിറയ്ക്കും. എന്നിട്ട് അത് പാഴ്സലാക്കി ബസ് ജീവനക്കാരുടെ പക്കൽ കൊടുത്തുവിടും. ഈ തന്ത്രം ഒടുവിൽ എക്സൈസ് പൊളിച്ചത് എങ്ങനെയാണ്? കാണാം കൊച്ചി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെ. MDMAയുടെ മൊത്ത വ്യാപാരിയാണ് മൂവാറ്റുപുഴ പായിപ്രയിൽ കുടുങ്ങിയത്. മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. 2.5 മാസത്തിലധികമായി സാജിദ് എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഖത്തറിൽ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളാണ് സാജിദ്. 4 മാസം മുൻപാണ് ഇയാൾ കേരളത്തിലെത്തിയത്. ഖത്തറിൽ പരിചയപ്പെട്ട ചിക്കമംഗളൂർ സ്വദേശി ഷഹബാസാണ് സാജിദിന് സ്ഥിരമായി MDMA എത്തിച്ചു നൽകുന്നതെന്ന് എക്സൈസ് പറയുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കുള്ള ബസ് ഡ്രൈവർമാർ അറിഞ്ഞോ അറിയാതെയോ ആണ് ഇയാൾ MDMA കൊച്ചിയിലെത്തിക്കുന്നത്. കൊച്ചിയിലെത്തുമ്പോൾ ശേഖരിക്കുന്ന MDMA ചില്ലറ മൊത്ത വിതരണം നടത്തുന്നതായി പറയപ്പെടുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ വലിയ തന്ത്രമാണ് MDMA കടത്തുമ്പോൾ ഇയാൾ പ്രയോഗിച്ചിരുന്നത്. 2 ബുക്കുകൾ ശേഖരിച്ച് അവയുടെ പേജുകൾ നീക്കം ചെയ്യും. കവർ പേജുകൾക്കുള്ളിൽ MDMA പാക്കറ്റുകൾ നിറച്ച് പാഴ്സൽ രൂപത്തിലാക്കിയാണ് ഇവ ബസ്സുകാരുടെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്നത്. ഷഹബാസിന്റെ നിർദ്ദേശാനുസരണം CDM വഴിയും സ്കാനർ വഴിയും പൈസ അയച്ചു കൊടുത്തുകൊണ്ട് ഒരു മിനോജ് എന്ന ID പൈസ അയച്ചുകൊണ്ടാണ് പ്രതി MDMA വാങ്ങിയിരുന്നത്. 8-ാം തീയതി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ കൂടി ഇന്ന് പുലർച്ചെ ഇടപ്പള്ളിയിൽ നിന്നാണ് പ്രതി ഈ MDMA വാങ്ങി വന്നിട്ടുള്ളതും മൂവാറ്റുപുഴ കോതമംഗലം ഭാഗത്തുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതും. വലിയ പുസ്തകങ്ങളുടെ രജിസ്റ്ററിൻ്റെ അകത്തെ പേപ്പറുകൾ വെട്ടിമാറ്റിയ ശേഷം അതിനകത്തേക്ക് MDMA സ്റ്റഫ് വെച്ച ശേഷം അത് വളരെ ഭംഗിയായിട്ട് ഒട്ടിച്ച് ഇതൊരു പാഴ്സൽ രൂപത്തിൽ, പുസ്തകത്തിൻ്റെ രൂപത്തിൽ, രജിസ്റ്ററിൻ്റെ രൂപത്തിൽ ദീർഘദൂര ബാംഗ്ലൂരിൽ നിന്നും മറ്റും വരുന്ന ബസ്സുകളിലെ ഡ്രൈവർമാരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഡ്രൈവറുടെ അറിവോടുകൂടി അല്ലാതെയോ ഇന്ന ഭാഗത്തുള്ള ഒരാൾ കൊടുക്കണം എന്നുള്ള ലെവലിൽ എന്ന രീതിയിൽ കൊടുക്കുകയാണ് ചെയ്തത്. 30.7 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകൾ മുഖേനയും സ്കാനർ മുഖേനയുമാണ് ഇയാൾ ലഹരി ഇടപാടിന് പണം നൽകിയിരുന്നെന്നും എക്സൈസ് പറയുന്നു. വിനോജ് എന്നയാളുടെ അക്കൗണ്ടിലേക്ക് സ്ഥിരമായി പണം അയച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സാജിദിന് മൊത്തമായി MDMA നൽകിയിരുന്ന ഷഹബാസിനെ കുറിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് എക്സൈസ് അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ്കുമാർ, പ്രിവന്റീവ് എക്സൈസ് ഓഫീസർമാരായ ഉമ്മർ, ഷബീൻ, ഉന്മേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ, രഞ്ജിത്ത്, അനിത, ബിജു പോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സാജിദിനെ പിടികൂടിയത്. മൂവാറ്റുപുഴ കോതമംഗലം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് സാജിദ് ലഹരി കച്ചവടം നടത്തിയിരുന്നെന്നും എക്സൈസ് പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.